തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരമേഖലയിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസിനോട് ഉന്നയിച്ച് ലത്തീൻ സഭ. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സഭ സമ്മർദ്ദനീക്കം നടത്തിയെന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് പുതിയ നീക്കം. എന്നാൽ ജാതിയോ മതമോ പരിഗണിച്ചല്ല, മറിച്ച് നാടിന്റെ പൊതു താൽപര്യവും വികസനവും മുൻനിർത്തിയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഇത്തവണ ആന്റണി രാജു കേസിൽപ്പെട്ട് പുറകോട്ട് പോയ ഒരവസ്ഥയുണ്ട്. കോൺഗ്രസ് ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം, സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ സഭയുടെ ഇടപെടൽ സ്വാഭാവികമായി ലത്തീൻ സഭയ്ക്ക് സാന്നിധ്യമുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ സഭയുടെ താല്പര്യം കണക്കിലെടുത്താണ് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഉണ്ടാകാറുള്ളത്. VS ശിവകുമാറൊക്കെ ഇവിടെ ജയിച്ച ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ആന്റണി രാജുവിനോട് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ശിവകുമാറിൻ്റെ പേര് സജീവമായി നിൽക്കുമ്പോൾ തന്നെയാണ് സഭയുടെ ഇത്തരമൊരാവശ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാന്, സഭയുടെ സമ്മർദ്ദ നീക്കം അത് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ ഒന്ന് പ്രതിരോധത്തിലാക്കിയിരുന്നു. അവിടുത്തെ മേയറുടെയൊക്കെ ചില തുറന്ന പറച്ചിലുകൾ ഇപ്പോൾ സമാനമായി തന്നെ തിരുവനന്തപുരത്ത് സംഭവിക്കുമ്പോൾ സഭയെ ഒഴിച്ചു നിർത്തി ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം സ്വാഭാവികമായും കോൺഗ്രസിന് സാധ്യമല്ല. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സഭ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിൽ, പ്രത്യേകിച്ച് UDF മുന്നണിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സീറ്റ് CMPക്ക് നൽകിയേക്കും എന്നുള്ള സൂചനകൾ ഒരു വശത്ത്, അതല്ല KS ശബരിനാഥനോ K മുരളീധരനോ VS ശിവകുമാറോ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ മറുവശത്ത്. ഈ ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിക്കുന്നതിനിടയിലാണ് ലത്തീൻ സഭ അവരുടെ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ സാമുദായിക പ്രാതിനിധ്യം അല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് തീരദേശത്തിൻ്റെ പ്രാതിനിധ്യം. അത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തീരദേശത്ത് നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം. അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല പ്രശ്നം, ലത്തീൻ സഭാംഗം ആയിരിക്കണമെന്നുമില്ല, പക്ഷേ തീരദേശത്തിൻ്റെ പ്രതിനിധി ആയിരിക്കണം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരേണ്ടത് എന്നൊരു ആവശ്യമാണ് ലത്തീൻ സഭ വികാരി ജനറൽ അടക്കം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ സഭ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നമ്മളങ്ങനെ അവരുടെ പ്രതികരണം തേടിയിരുന്നു, പക്ഷേ അവർ പരസ്യമായി അങ്ങനെ ഒരു പ്രതികരണത്തിനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തീരമേഖലയുടെ വികാരം കൂടി ഉൾക്കൊള്ളുന്ന ഒരാളായിരിക്കണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കേണ്ടത് എന്നൊരു ആവശ്യം, അത് ലത്തീൻ സഭയുടെ ഒരു ആവശ്യമായി കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം കോൺഗ്രസ് പരിഗണിക്കും എന്നാണ് പ്രതീക്ഷയെന്നും ലത്തീൻ സഭയുടെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിരൂപതയുമായി ബന്ധപ്പെട്ട വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആന്റണി രാജു വളരെ അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന് MLA സ്ഥാനം തന്നെ നഷ്ടമാകുന്നത്, അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ നോക്കിക്കാണുന്നത്. അതായത് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം മുന്നണിക്കുള്ളിൽ CMP ഉന്നയിക്കുന്നു. അതോടൊപ്പം കോൺഗ്രസിനുള്ളിൽ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ലത്തീൻ സഭ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ അതിനെ കോൺഗ്രസ് നേതൃത്വം ഏത് തരത്തിൽ നോക്കിക്കാണും എന്നത് ഈ വിഷയത്തിൽ നിർണായകമായി മാറും. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് നേതൃത്വമടക്കം തിരുവനന്തപുരത്ത് പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന ഒരു കൃത്യമായ നിർദ്ദേശം കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്. കാരണം കോർപ്പറേഷന്റെ ഭരണം BJPക്ക് ലഭിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതിന് തടയിടണമെങ്കിൽ നിയമസഭയിൽ പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ ജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ മാനദണ്ഡമെന്നും നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ലത്തീൻ സഭയ്ക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അനിവാര്യതയായി മാറും. അവിടെയാണ് സഭ മുമ്പോട്ട് വെക്കുന്ന ഈ നിർദ്ദേശം പാർട്ടി നേതൃത്വം ഏത് തരത്തിൽ നോക്കിക്കാണും എന്നത് ശ്രദ്ധേയമായി മാറുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.